asked today, the political question being asked today is, what is India? ഇന്ന് ഉന്നയിക്കപ്പെടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യ എന്താണ് എന്നാണ്. ഈ ചോദ്യം ഇന്ന് വളരെ പ്രാധാന്യത്തോടെ ഉന്നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. And if you read people like Savarkar, they will say India is a geography. എന്നാൽ സവർക്കറെ പോലുള്ള ആളുകളെ നിങ്ങൾ വായിക്കുകയാണെങ്കിൽ ഇന്ത്യ കേവലം ഭൂമിശാസ്ത്രപരമായ ഒരു ഘടകമായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. They take a pen and they draw a map and say this is India. അവർ ഒരു പേനയെടുത്ത് ഒരു ഭൂപടം വരക്കുന്നു, എന്നിട്ട് അതാണ് ഇന്ത്യ എന്ന് പറയുകയും ചെയ്യുന്നു. Outside this line it is not India, and inside this line it is India. അവരെ സംബന്ധിച്ച് ആ വരക്കകത്തുള്ളതെന്തോ അതാണ് ഇന്ത്യ, ആ വരക്ക് പുറത്തുള്ളതൊന്നും ഇന്ത്യയല്ല. So then I have a question arises in my mind. What if there was this map but no people living on this territory? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ശങ്ക ഉയരുന്നത്. ഇങ്ങനെ വരച്ചു വെച്ച ഒരു ഭൂപടമാണ് ഇന്ത്യയെങ്കിൽ അതിൽ ആളുകളില്ലെങ്കിൽ അതെങ്ങനെയാണ് ഇന്ത്യയായി തീരുക? ജനങ്ങളില്ലാത്ത ഈ ഒരു ചിത്രം ഭൂപടം എങ്ങനെ രാജ്യമായി തീരും? Would it still be India? അപ്പോൾ ഇന്ത്യ എന്നതിൻ്റെ അർത്ഥം എന്തായിരിക്കും? Of course not. ഒരിക്കലും ഇങ്ങനെയായിരിക്കില്ല. Because if there would be no people in this territory, you could not say it was India. കാരണം ആളുകളില്ലെങ്കിൽ ജനങ്ങളില്ലെങ്കിൽ അതിനെ രാജ്യമെന്ന് ഇന്ത്യ എന്ന് വിളിക്കാൻ നമുക്ക് സാധ്യമാവുകയില്ല. And what happens when an Indian person gets on a plane and goes to America? Does he not remain Indian? ഒരു ഇന്ത്യക്കാരൻ വിമാനം കയറി അമേരിക്കയിൽ പോവുകയാണെങ്കിലോ അയാൾ ഇന്ത്യക്കാരൻ ആകാതിരിക്കുകയാണോ അപ്പോൾ ചെയ്യുന്നത്? ഈ ചോദ്യവും എൻ്റെ മനസ്സിൽ വരുന്നു. Of course he doesn't. He remains Indian. തീർച്ചയായും അദ്ദേഹം ഇന്ത്യക്കാരനായിക്കൊണ്ട് തന്നെയാണ് അമേരിക്കയിൽ പോയി ഇറങ്ങുന്നതും യാത്ര ചെയ്യുന്നതും. So for me, India is the people who live here. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്നാൽ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. And if India is the people that live here, then India is also the relationship between the people that live here. ഇന്ത്യ എന്നാൽ ഇവിടെ ജീവിക്കുന്ന ജനങ്ങളാണെങ്കിൽ, ഇന്ത്യ എന്നാൽ ഇവിടെ ജീവിക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള ബന്ധത്തിന്റെ പാരസ്പര്യം കൂടിയാണ്, പരസ്പര ബന്ധം കൂടിയാണ് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. So these are the two different visions of India. They say India is a territory. We say India are people. India are relationships. ഇതാണ് ഇന്ത്യയെ സംബന്ധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാഴ്ചപ്പാടുകൾ. അവർ പറയുന്നു ഇന്ത്യ ഒരു ഭൂമിശാസ്ത്ര ഘടകം മാത്രമാണ് എന്ന്. നാം പറയുന്നു ഇന്ത്യ എന്നാൽ ഇവിടെ പാർക്കുന്ന ജനങ്ങളാണ് എന്ന്. We say India is a way of behaving. നാം പറയുന്നു ഇന്ത്യ എന്നതൊരു പെരുമാറ്റ രീതിയാണ്. It is a way of treating other people. മറ്റുള്ളവരുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയാണ്. India is listening. ഇന്ത്യ ശ്രദ്ധിക്കലാണ്. India is appreciating. ഇന്ത്യ എന്നാൽ ആസ്വദിക്കലും അംഗീകരിക്കലുമാണ്. India is embracing. ഇന്ത്യ എന്നാൽ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കലുമാണ്. It is the relationship between Hindu and Muslim. It is the relationship between Hindu, Muslim and Sikh. It is the relationship between Tamil, Hindi, Urdu, Bengali. ഇന്ത്യ എന്നാൽ ബന്ധമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ബന്ധങ്ങളാണ് ഇന്ത്യ. ഹിന്ദുവും മുസ്ലിമും തമ്മിലുള്ള ബന്ധം, ഹിന്ദുവും മുസ്ലിമും ക്രൈസ്തവനും സിഖുകാരനും തമ്മിലുള്ള ബന്ധം, അതുമാത്രമല്ല ഹിന്ദി മൊഴിയുന്നവനും തമിഴ് മൊഴിയുന്നവർക്കുമിടയിലുള്ള ബന്ധം, അങ്ങനെ മതപരമായും ഭാഷാപരമായും എല്ലാമുള്ള ബന്ധങ്ങളും കൂടി അടങ്ങുന്നതാണ് ഇന്ത്യ എന്ന രാജ്യം. And my problem with the Prime Minister is that he is breaking these relationships. ഈ ബന്ധങ്ങളെ തകർക്കുന്നുവെന്നുള്ളതാണ് പ്രധാനമന്ത്രിക്കെതിരായ എൻ്റെ ഏറ്റവും വലിയ ആക്ഷേപം ഇന്നിവിടെ സൂചിപ്പിക്കാൻ ഞാൻ. And if he is breaking the relationships between the Indian people,
he is attacking the idea of India. അങ്ങനെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ജനങ്ങൾക്കിടയിലുള്ള ബന്ധങ്ങൾ അദ്ദേഹം തകർക്കുന്നുവെങ്കിൽ ഇന്ത്യ എന്ന ആശയത്തെ തന്നെയാണ് അതിലൂടെ അദ്ദേഹം തകർക്കുന്നത് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. And that is why I oppose him. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തെ എതിർക്കുന്നത്. And the same way he breaks the relationship between Indians, it is my job, my duty and my commitment to build the bridge between the people of India. അങ്ങനെ ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ കാലാകാലമായിട്ട് നിൽക്കുന്ന സേതുബന്ധനം, ഇന്ത്യയിലെ ജനവിഭാഗങ്ങൾക്കിടയിൽ നിർമ്മിക്കപ്പെട്ട പാലം, ആ പാലത്തെ അദ്ദേഹം തകർക്കുകയാണെങ്കിൽ ആ പാലത്തെ കെട്ടിപ്പടുക്കലും നിലനിർത്തലുമാണ് എൻ്റെ ജോലി എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. Every time he uses hatred to break a bridge between two Indians, my job is to use love to rebuild that bridge. വിരോധവും വിദ്വേഷവും വഴി എപ്പോഴൊക്കെ അദ്ദേഹം പാലം തകർക്കുന്നുവോ അപ്പോഴൊക്കെ സ്നേഹവും സൗഹൃദം വഴി ആ പാലം പുനർനിർമ്മിക്കലാണ് എൻ്റെ ജോലി എന്നും ഞാൻ മനസ്സിലാക്കി. And not just my job, but our job. ഇത് എൻ്റെ ജോലി മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും ജോലി ഇത് തന്നെയാണ്. And I cannot build a bridge without understanding the different traditions, the different ideas, the different religions, the different cultures in this country. ഈ പാലം കെട്ടാനും ബന്ധങ്ങൾ നിർമ്മിക്കാനും എനിക്ക് സാധിക്കില്ല ഇന്ത്യയുടെ പാരമ്പര്യം മനസ്സിലാക്കാതെ, ഇന്ത്യയുടെ സംസ്കാരത്തെ പഠിക്കാതെ, ഇന്ത്യ എന്ന സിദ്ധാന്തത്തെ ഗ്രഹിക്കാതെ, ഇന്ത്യയുടെ ചരിത്രവും സംസ്കാരവും എങ്ങനെ രൂപപ്പെട്ടുവെന്ന് പഠിച്ചു മനസ്സിലാക്കാതെ എനിക്കൊരിക്കലും ഈ രാജ്യത്തിലെ ജനവിഭാഗങ്ങൾക്കിടയിലെ ബന്ധങ്ങളെ സുസ്ഥിരമായിട്ട് നിലനിർത്താൻ സാധിക്കില്ല. So I have to come to Kerala with humility. I have to come to Kerala with humility. Yeah. എനിക്ക് കേരളത്തിലേക്ക് വിനയത്തോടു കൂടി മാത്രമേ വരാൻ സാധ്യമാവുകയുള്ളൂ. I have to come here and say I am going to listen and understand your tradition, your language, your hopes and your aspirations. കാരണം എനിക്കിവിടെ വന്ന് ഇവിടുത്തെ ജനങ്ങളോട് പറയാനുണ്ട്, ഞാൻ നിങ്ങളിൽ നിന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ സംസ്കാരം, നിങ്ങളുടെ രീതികൾ, നിങ്ങളുടെ സൗഹൃദത്തിൻ്റെ ഭാവങ്ങൾ, നിങ്ങളുടെ പരസ്പര ബന്ധങ്ങൾ അത് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നു. The same way when I go to Tamil Nadu, I have to listen to the Tamil people. I have to understand why they appreciate Tamil so much. എനിക്ക് ഇതുപോലെ തന്നെ തമിഴ്നാട്ടിൽ പോകണം, എന്നിട്ട് എനിക്ക് തമിഴരിൽ നിന്ന് മനസ്സിലാക്കണം എന്താണ് അവരുടെ ജീവിതം, എന്താണ് അവരുടെ ആശയങ്ങൾ, എന്തുകൊണ്ടാണ് തമിഴ് ഭാഷയെ അവർ ഇത്രയേറെ സ്നേഹിക്കുന്നത്, എനിക്കത് മനസ്സിലാക്കണം. I have to understand the difficulties that they have faced. Again, I have to be humble. ഇക്കാര്യത്തിൽ തമിഴ് മക്കൾ അനുഭവിക്കുന്ന വിഷമങ്ങളും പ്രയാസങ്ങളും എന്തെന്ന് എനിക്കറിയേണ്ടതുണ്ട്, എനിക്കത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി ഞാൻ അവരെ സമീപിക്കുകയാണ്. ഈ കാര്യത്തിൽ അവർക്കുള്ള തടസ്സങ്ങളും പ്രയാസങ്ങളും അതും എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. The same I would have to do if I go to a temple or to a mosque or to a gurdwara. അതുപോലെ തന്നെ ഒരു ക്ഷേത്രത്തിലേക്കോ മസ്ജിദിലേക്കോ ഗുരുദ്വാരയിലേക്കോ എനിക്ക് ചെല്ലണം. എനിക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് എന്താണിതൊക്കെ എന്ന് എനിക്ക് തീർച്ചയായും ഗ്രഹിക്കേണ്ടതുണ്ട്. I have to go with humility. I have to go with humility. എനിക്ക് വിനയത്തോടു കൂടി പോകേണ്ടതുണ്ട്. വിനയത്തോടു കൂടി മാത്രമേ എനിക്ക് എൻ്റെ ജനങ്ങളെ സമീപിക്കാൻ സാധ്യമാവുകയുള്ളൂ. I have to go with an attempt to understand. എനിക്ക് ഗ്രഹിക്കാനും മനസ്സിലാക്കാനുമുള്ള സന്നദ്ധതയോടുകൂടി മാത്രമേ പോകാനാകൂ. If I go with arrogance, I would be a fool. അഹങ്കാരത്തോടെ ജനങ്ങളെ ഞാൻ സമീപിക്കുകയാണെങ്കിൽ ഞാൻ ഒരു വിഡ്ഢിയായിരിക്കും എന്നെനിക്കറിയാം. How can I go to the people of Tamil Nadu or to the people of Kerala who have a history of thousands of years and come and tell them that I understand everything about them? സഹസ്രാബ്ദങ്ങളുടെ ചരിത്രവും സംസ്കാരവുമുള്ള മലയാളക്കരയിൽ വന്നോ തമിഴ്നാട്ടിൽ ചെന്നോ അഹങ്കാരത്തോടെ എങ്ങനെ എനിക്ക് അവരെ അഭിമുഖീകരിക്കാൻ സാധിക്കും? അവരുടെ ആയിരക്കണക്കിന് ആണ്ടുകൾ പഴക്കമുള്ള സംസ്കാരത്തിലൂടെ ചരിത്രത്തിലൂടെ രൂപപ്പെട്ടതാണ് അവരുടെ ജീവിതവും സംസ്കാരവും. അതുകൊണ്ട് ഞാൻ പറയുന്നത് വിനയത്തോടെ മാത്രമേ എനിക്ക് അവരെ സമീപിക്കാൻ. And in the same way, how can I define what India is? How can I define what India is? അതുപോലെ തന്നെ എനിക്ക്
ഇന്ത്യ എന്ന ആശയത്തെ നിർവചിക്കേണ്ടതുണ്ട്. എങ്ങനെയാണ് ഞാൻ ഇന്ത്യ എന്ന ആശയത്തെ നിർവചിക്കേണ്ടത്? Imagine the arrogance of that person who says, I know what India is. ഇന്ത്യ എന്തെന്നാൽ എനിക്കറിയാമെന്ന് പറയുന്ന ഒരാളുടെ അഹങ്കാരത്തെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. I know what the people of Kerala need. കേരളത്തിലെ ജനങ്ങൾക്ക് എന്താണ് ആവശ്യമെന്ന് എനിക്കറിയാം. I know what the people of Tamil Nadu need. തമിഴ്നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമെന്നും അതും എനിക്കറിയാം എന്നൊക്കെ അഹങ്കാര ജഡിലമായി പറയുന്ന ഒരു വ്യക്തിയെ പറ്റി ഒന്ന് ആലോചിച്ച് നോക്കൂ. Imagine the ignorance of that person. എന്തായിരിക്കും ആ വ്യക്തിയുടെ ഒരു സ്ഥിതിവിശേഷം? That there are 1 billion people in this country and you are the only one who knows what India is and what the Indian people need. ബില്യൺ കണക്കിന് ജനങ്ങളുള്ള ഒരു രാജ്യത്ത് നിങ്ങളൊരാൾ മാത്രമാണോ ഇന്ത്യ എന്താണെന്ന് അറിയുന്ന ഒരേ ഒരു വ്യക്തി? അങ്ങനെയുള്ള സമീപനത്തിന്റെ അവസ്ഥാവിശേഷത്തെ പറ്റി ഒന്ന് സങ്കല്പിച്ചു നോക്കേണ്ടതാണ്. This is my other problem with the Prime Minister of India. ഇതാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുമായുള്ള എൻ്റെ മറ്റൊരു പ്രശ്നം. That he is convinced that he understands this great land. ഈ ഒരു ആവശ്യം അദ്ദേഹം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യേണ്ടതുണ്ട്. He is convinced that nobody else understands this land like he does. ഈ രാജ്യത്തെ താൻ മനസ്സിലാക്കിയ പോലെ ഈ മണ്ണിനെ മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് അദ്ദേഹം ധരിച്ച് വശായിരിക്കുന്നത്. So this is the fight that is taking place, the political fight that is taking place. It is between humility and arrogance. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന സമരം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് വിനയവും അഹങ്കാരവും, അതായത് അഹംഭാവവും തമ്മിലുള്ള സമരമാണ് എന്നാണ് അതേക്കുറിച്ച് യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത്. It is between anger and compassion. അത് കോപവും കാരുണ്യവും തമ്മിലുള്ള സംഘർഷമാണ്. It is between myself and the other. അത് ഞാൻ എന്ന വ്യക്തിയും മറ്റുള്ളവർ എന്ന വ്യക്തിത്വവും, അത് രണ്ടും അപരത്വവും, ഞാൻ എന്ന വ്യക്തിയും അപരത്വവും തമ്മിലുള്ള സംഘർഷമാണ്. And this is why I am happy to come here to inaugurate this institution. അതുകൊണ്ടാണ് ഈ മഹത്തായ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ വരുന്നതിൽ എനിക്ക് പ്രത്യേകമായ സന്തോഷമുള്ളത്. This is about the other person. ഇത് അവരന് വേണ്ടിയുള്ളതാണ്. This is not about myself. This is about the other person. ഇത് സ്വന്തത്തിന് വേണ്ടിയുള്ളതല്ല, മറ്റുള്ളവർക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ട സ്ഥാപനമാണ്. This is not about my wealth, my happiness, my intelligence. This is about the other person's health, the other person's pain, the other person's sacrifice. ഇത് എൻ്റെ സന്തോഷത്തിന് വേണ്ടിയുള്ളതല്ല, എൻ്റെ തൃപ്തിക്ക് വേണ്ടിയുള്ളതല്ല, എനിക്ക് സമ്പത്ത് സമ്പാദിക്കാനുള്ളതല്ല, മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയുള്ളതാണ്, മറ്റുള്ളവർക്ക് ആനന്ദം നൽകാനുള്ളതാണ്, മറ്റുള്ളവർക്ക് ആശ്വാസം പകരാനുള്ളതാണ്. And this is the work of a humble person. ഇതൊരു വിനയാന്വിതനായ മനുഷ്യന്റെ ദൗത്യ നിർവഹണമാണ്. A person who understands that he is not everything in the universe. ഞാനെന്നാൽ ഈ പ്രപഞ്ചത്തിൽ എല്ലാമാണ് എന്ന് ധരിക്കാത്ത, ഞാനെന്നാൽ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കിയ ഒരു മഹാമനുഷ്യന്റെ കർമ്മഫലമാണ് ഈ സ്ഥാപനം. And I asked, what does HIMA stand for? എന്തിനാണ് ഹിമ നിലകൊള്ളുന്നത്? ഞാൻ ചോദിക്കട്ടെ. It stands for Haven of Intimacy and Merciful Atmosphere. ഇത് അടുപ്പത്തിന്റെ സ്വർഗം, അടുപ്പത്തിന്റെ സ്വർഗം, ഹെവൻ ഓഫ് ഇന്റിമസി. ഏറ്റവും വലിയ മനുഷ്യനും തമ്മിലുള്ള അടുപ്പത്തിന്റെ സ്വർഗം പണിയാനുള്ള സ്ഥാപനമാണ്. അതോടൊപ്പം ഇത് ഹൃദയത്തിന്റെ കാരുണ്യത്തിന്റെ ആലയവുമാണ്. And the word merciful is especially important. ഈ കാരുണ്യം എന്ന വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. It is one of the words, one of the qualities of God in Islam. It is one of the qualities of God in Islam. ഇസ്ലാമിൽ ദൈവത്തിന്റെ വിശേഷനാമങ്ങളിൽപ്പെട്ടതാണ് കാരുണ്യം എന്നുള്ളത്. And it signifies
love and affection for the other person. മറ്റുള്ളവരോട് കാണിക്കുന്ന സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും ആവിഷ്കാരമാണ് കാരുണ്യം എന്ന് പറയുന്നത്. We will never fight hatred with hatred. നാം ഒരിക്കലും വിദ്വേഷം കൊണ്ട് വിദ്വേഷത്തെ നേരിടാൻ പോകുന്നില്ല. It will never work. അതൊരിക്കലും നടക്കില്ല. So our response to hatred is this. നമുക്ക് വിരോധത്തോടുള്ള പ്രതികരണം ഇതാണ്, ഈ കാണുന്ന മന്ദിരമാണ്. You do hatred, you spread anger, we will spread love, compassion, we will embrace other people regardless of which religion they come from, and we will work to build the bridges that you break every day. നിങ്ങൾ വിദ്വേഷം പരത്തിക്കൊള്ളൂ, നിങ്ങൾ രോഷം പരത്തിക്കൊള്ളൂ, ഞങ്ങൾ കാരുണ്യം പ്രസരിപ്പിക്കും. ഞങ്ങൾ മറ്റുള്ളവർക്ക് കരുണയും സ്നേഹവും നൽകും. മതം നോക്കാതെ, ജാതി നോക്കാതെ ഞങ്ങൾ എല്ലാ വിഭാഗം ആളുകളെയും ഈ കാരുണ്യത്തിൽ പരിഗണിക്കുകയും ചെയ്യും. അങ്ങനെ എവിടെയൊക്കെ നിങ്ങൾ പാലം തകർക്കുന്നുവോ അവിടെയൊക്കെ ഞങ്ങൾ പാലം കെട്ടും എന്ന് നമുക്ക് ഈ അവസരത്തിൽ. For every drop of hatred that you produce, we will produce 2 drops of love and affection. വിദ്വേഷത്തിന്റെ ഒരു തുള്ളി നിങ്ങൾ എവിടെയൊക്കെ വമിക്കുന്നുവോ അവിടെയൊക്കെ 2 തുള്ളി കാരുണ്യം ഞങ്ങൾ ചൊരിഞ്ഞു നൽകും. Let us see who wins. എന്താണ് ഇതിന്റെ അനന്തര ഫലമെന്ന് നമുക്ക് കാണാനിടയാകട്ടെ.